ഹലോ കൂട്ടുകാരെ, സുഖമാണ് എല്ലാവർക്കും. ഞാനിവിടെ ഒരു റെസിപ്പി വീഡിയോ ഒന്നുമല്ല, ഇങ്ങനെ കുറച്ച് ബീഫ് ഉണ്ടാക്കിയപ്പോൾ ചുമ്മാ ഒരു വീഡിയോ എടുത്തിടാമെന്ന് വിചാരിച്ചതാണ്. കുറേ നാളായല്ലോ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. ഇത് UK ഞാനിപ്പോൾ. ഇവിടെ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള ബീഫ് കിട്ടും എങ്കിൽ പോലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഫ്രോസൺ ബീഫാണ്. അതെന്താണെന്ന് വെച്ചാൽ ഈ ഫ്രോസൺ ബീഫിന് നമ്മുടെ നാട്ടിലെ ബീഫില്ലേ അതിൻ്റെ ഒരു ടേസ്റ്റാണ്. ആ ടേസ്റ്റ് പറഞ്ഞപ്പോഴാണ് പണ്ടത്തെ കാര്യമൊക്കെ ഓർമ്മ വരുന്നത്. പണ്ടൊന്നും ബീഫൊന്ന് കൊതിച്ചാൽ പോലും നമുക്ക് കിട്ടത്തില്ലായിരുന്നു അല്ലേ. കിട്ടാത്തതല്ല, അന്നത്തെ സാഹചര്യം അതായിരുന്നു. അതൊക്കെ പോട്ടെ. അപ്പോൾ ബീഫ് നന്നായിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് വേവിച്ചിട്ട് അതിനകത്ത് വലിയ റെസിപ്പിയൊന്നുമല്ല, ചെറിയൊരു റെസിപ്പിയാണ്. അതായത് എൻ്റെ രീതിയിൽ ഞാൻ ഉണ്ടാക്കുന്ന റെസിപ്പി, അതായത് കൂടുതലും എളുപ്പപ്പണി എന്ന് പറയാം. അതാണ് ഈ റെസിപ്പി. സവാള ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് സവാള ചേർക്കാം, ചെറിയ ഉള്ളി ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് ചെറിയ ഉള്ളി ചേർക്കാം. ഇവിടെ ചെറിയ ഉള്ളിക്കാണെങ്കിൽ കിട്ടാൻ പാടാണ്, അതുകൊണ്ടാണ് ഞാൻ സവാള ചേർത്തിരിക്കുന്നത്. അപ്പോൾ സവാളയും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും, വേറെ അഡീഷണൽ സാധനങ്ങളൊന്നുമില്ല. പിന്നെ കുറച്ച് പച്ചമുളകും, ഇതെല്ലാം ഇട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമ്മൾ മസാല ചേർത്ത് കൊടുക്കുക. മസാല അറിയാമല്ലോ, നോർമൽ മസാലയൊക്കെ തന്നെ. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് ഗരം മസാലയും ഇറച്ചി മസാല അത് തന്നെ, അതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുത്ത് ആ പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് ഇളക്കുക. ഞാൻ ചട്ടിയാണ് ചൂസ് ചെയ്തത്. എന്താണെന്ന് വെച്ചാൽ കുറേ നാളായി ചട്ടി എടുത്ത് അതിനകത്ത് കറിയൊക്കെ വെച്ചിട്ട്. വേവിച്ച് വെച്ച് ബീഫ് അതിലേക്ക് തട്ടുക, എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അത് കുറച്ച് പെരണ്ടിരിക്കുന്ന ഇഷ്ടമുള്ളവർക്ക് ഒരുപാട് നേരം ഇട്ട് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അടച്ചങ്ങ് വെച്ചിരുന്നാൽ മതി. ഇതിപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ഒന്ന് ഡ്രൈ ആവണമെന്നുണ്ട്, അതുകൊണ്ട് കുറച്ച് നേരം ഇട്ട് ഇളക്കിയെടുത്തു. ഇത്രയേ ഉള്ളൂ. ഇത് ശരിക്കും പറഞ്ഞാൽ ആ റെസിപ്പി വീഡിയോ ആയിട്ടൊന്നും ഇടാൻ ഉദ്ദേശിച്ചതല്ല. പിന്നെ ആ ക്ലിപ്പിങ്സ് എടുത്തതുകൊണ്ട് അതങ്ങ് ഇട്ടേക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എന്താണ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? ഞാനിങ്ങനെ ബോറൊക്കെ അടിക്കുമ്പോൾ ഒരു വീഡിയോ എടുത്തിടും, അല്ലാതെ വേറൊന്നുമല്ല. ഇങ്ങനെ നമ്മൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ നമുക്ക് ആരോടെങ്കിലും ഒന്ന് സംസാരിക്കാൻ തോന്നുമല്ലോ, അങ്ങനെ നിങ്ങളോട് സംസാരിക്കാൻ വരുന്നു എന്ന് മാത്രം. എനിവേ, ഹാപ്പി. അപ്പോൾ ഇതാണ് എൻ്റെ റെസിപ്പി. അപ്പോൾ ഇഷ്ടമുള്ളവരൊക്കെ ചെയ്ത് നോക്ക്. ഒരുപാട് ആഡംബരങ്ങളൊന്നും ഇല്ലാത്ത സിമ്പിൾ റെസിപ്പി. താങ്ക് യു.